മഴ തോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന മുത്തശ്ശിയുടെ ഡ്രസ്സൊക്കെ നനച്ച് വിരിച്ചിട്ടതിന് ശേഷം ബക്കറ്റും പിടിച്ചുകൊണ്ട് തന്നെ പാട്ടും പാടിക്കൊണ്ടായിരിക്കട്ടെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് അവിടെ മനുവിനെ കാണുന്ന സമയത്തിന് അലീന ആകെ ഞെട്ടിത്തെറിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ആകെ പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ അലീന മനുവിനെ നോക്കുന്ന സമയത്തിന് മനു ചിരിച്ചുകൊണ്ട് അലീനയോട് ചോദിക്കും, അലീന എങ്ങനെയുണ്ട് നിന്റെ ഇവിടെയുള്ള ജീവിതം? ഇവിടെ ഉള്ളവർക്കൊക്കെ നിന്നെ വലിയ കാര്യമാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് അലീന ഒന്നും മിണ്ടാതെ മനുവിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും മുത്തശ്ശി നല്ല ഹാപ്പിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ അലീനക്ക്? അലീന മുത്തശ്ശി അത്രമാത്രം തന്നെ സ്നേഹത്തോടെ നന്നായിട്ട് നോക്കുന്നത് കൊണ്ടാണ്. അലീനയുടെ നോട്ടം കൊണ്ട് മാത്രമാണ് എൻ്റെ മുത്തശ്ശി ഇപ്പോൾ ഇത്രമാത്രം ഹാപ്പി ആയിരിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം തനിക്കാണ് കേട്ടോ എന്നൊക്കെ പറയട്ടെ മനുവിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് അലീനക്ക് ഭയങ്കര സന്തോഷമായിട്ട് അലീന എങ്ങനെ ചിരിക്കണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അലീന ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ കുടിച്ചു. അല്ല മനുവേട്ടൻ ഇപ്പോൾ വന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ മനു പറഞ്ഞിട്ട്, അതെ രാവിലെ പുലർച്ചെ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയാണ്. വന്ന ഉടനെ തന്നെ എനിക്ക് മുത്തശ്ശിയെയും അലീനയെന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഉടനെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കട്ടെ വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അലീനയെ നോക്കുന്നുണ്ട് എന്ന് മാത്രമല്ല മനുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴാണോ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാത്തത്? നിന്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയത് എന്നിങ്ങനെ വൈജയന്തി പറയുന്ന സമയത്തേന് മനു പറയുന്നുണ്ട്, ഞാൻ വന്ന സമയത്ത് ആൻറ്റി ഇവിടെയൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് നോക്കിയത്. വൈജയന്തി അന്നേരം ദേഷ്യപ്പെട്ട് അലീനയെ നോക്കിയിട്ട് ചോദിക്കുന്നത്, നീ എന്ത് കാണാനാ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്? അമ്മക്ക് കാപ്പി കൊടുക്കുക എന്ന് പറയുന്ന സമയത്തിൽ അനീല പറയുന്നുണ്ട്, അമ്മക്ക് ഞാൻ കാപ്പിയെല്ലാം കൊടുത്തു. അപ്പോഴേക്കും വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഇവിടെ എങ്ങനെ നോക്കി നിൽക്കല്ലാതെ നിനക്ക് മറ്റു ജോലിയൊന്നുമില്ലേ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കും. അപ്പോഴേക്കും ഒരു നിസ്സഹായ ഭാവത്തിൽ അലീന ഇങ്ങനെ മനുവിനെ തന്നെ നോക്കായിരിക്കും. മനു ചോദിക്കുന്നത്, അല്ല ആൻറ്റിക്ക് ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്തിന് പോകണം, കാപ്പി കുടിച്ചിട്ട് പോകണം. അല്ല മോനെ നീ കാപ്പി കുടിച്ചിട്ടാണോ വന്നത്? അന്നേരം ഇല്ല ആൻറ്റി ഞാൻ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്തിന് എന്നവാ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കാപ്പി കുടിക്കാം. അലീനെ നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കാപ്പി എടുത്ത് വെക്കുകയെന്നൊക്കെ പറയും. അന്നേരം അലീന പുഞ്ചിരിച്ചുകൊണ്ട് മനുവിനെ ഒന്ന് നോക്കിയതിന് ശേഷം ആയിരിക്കട്ടെ കാപ്പി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നത്. അലീനയും മനു മുത്തശ്ശിയും ഒരു റൂമിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല വൈജയന്തിക്ക്. വൈജയന്തി ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കുന്ന സമയത്തിന് മുത്തശ്ശി കണ്ണുകൊണ്ടിങ്ങനെ ഇറുക്കി കാണിച്ചുകൊണ്ട് തന്നെ മനുവിനോട് പറഞ്ഞിട്ട്, ഇവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയും. അപ്പോഴേക്കും വൈജയന്തി മനുവിനോട് പറഞ്ഞിട്ട്, മുത്തശ്ശി അവിടെ ഇരിക്കട്ടെ, നീ വാ നമുക്ക് കാപ്പി കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് മനുവിനെ കൂട്ടിക്കൊണ്ട് താഴേക്ക് പോവാൻ. വൈജയന്തി മനുവും കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കുന്ന സമയത്തിന് അലീന വന്നിട്ട് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തന്നെ വിളമ്പി കൊടുക്കുന്നതിന് ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തതിന് ശേഷം അലീന ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി മനുവിനോട് ചോദിക്കുന്നത്, നിനക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ മനുവ ചോദിക്കുന്നത്, അലീനയാണോ ഇവിടെയുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചായ താ. അപ്പോഴേക്കും വൈജയന്തി വീണ്ടും ദേഷ്യത്തിൽ ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ട്, പറഞ്ഞത് നീ കേട്ടില്ലേ, എനിക്ക് വേണം ഒരു ചായ, നീ പോയിട്ട് 2 ഗ്ലാസ് ചായ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്തിലെ അലീന ഒന്നും വേണ്ടാതെ തലയാട്ടിക്കൊണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകും. അലീന അകത്തേക്ക് പോയതോടുകൂടെ തന്നെ മനു ഇങ്ങനെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി ഇവിടുത്തെ ജോലിക്കാരി എവിടെ? അവരിവിടെ നിന്ന് പോയോ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയുന്നത്, അത് പോയി, അവളെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. അല്ലെങ്കിലും ഇവൾക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അലീന തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് മനു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവൾ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ കൊള്ളാവോ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയുന്നത്, നീ ഒന്ന് കഴിച്ചു നോക്ക്, നിന്റെ മുന്നിൽ തന്നെയല്ലേ ഇരിക്കുന്നത് അവൾ ഉണ്ടാക്കിയ ആഹാരം, നീ കഴിച്ചു നോക്കിയിട്ട് നീ തന്നെ പറ എന്ന് പറയും. അന്നേരം മനു ഏതായാലും അലീന ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് ചിന്തിച്ച് അതിങ്ങനെ കഴിച്ചു നോക്കുന്ന സമയത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മനു പറയുന്നത്, വാവ് ഇത് കൊള്ളാലോ, അലീന ഉണ്ടാക്കിയ ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് എന്ന് പറയും. ഈ അടുത്തൊന്നും ഞാൻ ഇത്ര ടേസ്റ്റിലൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല, കൊള്ളാലോ ആൻറ്റി. ഏതായാലും അലീനയ്ക്ക് ഇത്ര മാത്രം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ മനു അലീനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ വൈജയന്തിക്ക്. വൈജയന്തി ദേഷ്യപ്പെട്ട് മനുവിനെ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് മനു പറയുന്നുണ്ട്, അല്ല ആൻറ്റി ഞാൻ കാര്യമായിട്ട് പറയുന്നതാ, ഈ ദോശക്കും ചമ്മന്തിക്കൊക്കെ നല്ല ടേസ്റ്റ്, ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് വൈജയന്തിയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് മനു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി അവളൊരു പ്രശ്നക്കാരിയാണ് അല്ല ആൻറ്റി ഇത് ചോദിക്കും. അപ്പോഴേക്കും വൈജയന്തി ഒന്നും വേണ്ടാത്ത ആരാ നിന്നോട് ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തേനെ മുത്തശ്ശി പറഞ്ഞു എന്ന്. അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, അവൾ അങ്ങനെ പ്രശ്നക്കാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആരാ എന്താണെന്നൊന്നും അറിയാതെ ഒരു പെൺകുട്ടീനെ നമ്മൾ വീട്ടിൽ വേലക്കാരിയായിട്ട് നിർത്തുന്ന സമയത്തിന് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അവരോട് പെരുമാറാം. കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താലേ അവൾ നമ്മുടെ തലയിൽ കയറിയങ്ങിയിരിക്കും. പിന്നെ എന്ത് പറഞ്ഞാലും അവൾക്ക് നമ്മളോട് പറയാൻ എന്തെങ്കിലുമൊക്കെ ന്യായം കാണും. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ആരാണ്ടൊക്കെയോ കാണാൻ വന്നിട്ട് അവളെ കണ്ടപ്പോൾ എന്നോട് ചോദിക്കുക, എൻ്റെ മോളാണോ? എന്നാൽ ഈ ഒരു വാക്കും കേട്ടുകൊണ്ടായിരിക്കട്ടെ ചായയുമായിട്ട് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. വൈജയന്തിയുടെ ആ ഒരു വാക്ക് കേൾക്കുന്ന സമയത്തിന് അലീനന്റെ മനസ്സ് പിടയുന്നു. സ്വന്തം അമ്മ തന്നെ തൻ്റെ മകളാണോ എന്ന ആ ഒരു ചോദ്യം കേട്ടുകൊണ്ടായിരിക്കട്ടെ അലീന വല്ലാതെ വികാരഭരിതയാവുന്നത്. പെട്ടെന്ന് തന്നെ അലീനയുടെ കണ്ണുകളെല്ലാം സന്തോഷം കൊണ്ട് നിറയാൻ തുടങ്ങും. അന്നേരം മനു ഇങ്ങനെ വൈജയന്തിയോട് പറഞ്ഞിട്ട്, അതെ ആൻറ്റി ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മുഖച്ഛായ തന്നെയാണ്. അലീനെ കണ്ട അല്ലെങ്കിലും ആരും പറയില്ല അതുപോലെ ഈ വീട്ടിലെ സെർവൻ്റ് ആണ്.
ശരിക്കും ഈ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ് അലീനെ കണ്ടാൽ തോന്നുള്ളൂ എന്നൊക്കെ പറയും. മനുവിൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. കാരണം ഇതെല്ലാം കേട്ടുകൊണ്ടായിരിക്കില്ല അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന വന്നിട്ട് ചായ അവിടെ വന്ന് വെച്ചിട്ട് മനുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എടി ഇനി നീ എന്ത് കാണാനാണ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇവൻ എൻ്റെ ഏട്ടൻ്റെ മോനാ. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നു. അവനെ വളച്ചെടുക്കാനൊന്നും നീ നോക്കണ്ട. അവൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും സിമ്പതി നേടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ അവൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ വൈജയന്തി. വൈജയന്തിൻ്റെ വാക്കെല്ലാം കേട്ടിക്കൊണ്ട് തന്നെ അലീനക്ക് ഭയങ്കര സങ്കടപ്പെട്ട് അലീന അവിടെ നിന്നും പോവാട്ടോ. ആ സമയത്തിന് വൈജയന്തി ഇങ്ങനെ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഏതായാലും ബാങ്കിലേക്ക് പോവാൻ സമയമായി, നീ എൻ്റെ കൂടെ വരുന്നുണ്ട്? അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാനും ഇറങ്ങുകയാണ്. എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. പെട്ടെന്ന് മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് ഒരുപാടധികം ജോലി തീർക്കാനുണ്ട്, ഞാൻ ഇപ്പം തന്നെ പോകുമെന്നൊക്കെ പറയായിരിക്കും. ആ സമയത്തിന് വൈജയന്തി ഇങ്ങനെ അലീനയെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെ നീ ഇവനോട് അങ്ങനെ കൊഞ്ചാനും കൊഴയാനൊന്നും നിൽക്കണ്ട. അമ്മയുടെ കാര്യം മാത്രം നോക്കിയിട്ട് നീ മുറിക്കകത്ത് ഇരുന്നോളണം. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അലീനക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ തൻ്റെ മനസ്സ് തൻ്റെ അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമായിരിക്കും. മനുവിനും ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ വല്ലാത്ത വിഷമായിരിക്കും. വൈജയന്തി ഏതായാലും മനുവിനോട് യാത്ര പറഞ്ഞ് നേരെ ബാങ്കിലേക്ക് പോകുന്നതോടു കൂടെ തന്നെ മനു പറയുന്നുണ്ട്, ആൻറ്റി പറയുന്നതൊന്നും നീ ഇങ്ങനെ കാര്യമാക്കണ്ട. ആൻറ്റിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, മനസ്സിലുള്ളതുപോലെ വെട്ടി തുറന്നങ്ങ് പറയും. ആൻറ്റി പറയുന്നത് മറ്റുള്ളവർക്ക് സങ്കടമാവോ എന്നുള്ള കാര്യമൊന്നും ആൻറ്റി നോക്കാറില്ല. അപ്പോഴേക്കും അലീന സങ്കടത്തോട് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടുത്തെ അമ്മയും മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ അനുസരണയോട് കൂടെ മുത്തശ്ശിയുടെ കാര്യം നോക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ പോലും എന്നെ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വേദനിപ്പിക്കും. ഇപ്പം തന്നെ എന്നെ പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അലീന മനുവിനോട് സങ്കടം പറയാണ്. അപ്പോഴേക്കും അലീനയുടെ മനസ്സിലിങ്ങനെ ആത്മവിശ്വാസം പകർന്നു കൊടുക്കാട്ടോ. മനു, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ അലീന, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാനില്ലേ നിന്റെ കൂടെ. നിനക്ക് എന്ത് വിഷമം തോന്നുന്ന സമയത്ത് നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഏതായാലും 2 ദിവസം ഇവിടെ തന്നെ കാണും. ഇപ്പോൾ തൽക്കാലം ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് തിരികെ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മനു അവിടെ നിന്നും പോകുന്നത്. എന്നാൽ മനുവിൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് അലീനയ്ക്ക് ഒത്തിരി അധികം ആശ്വാസം തോന്നും. തന്നെ സപ്പോർട്ട് ചെയ്യാനും തൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന സന്തോഷമായിരിക്കട്ടെ അലീനക്ക്. അലീന മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ മനു യാത്ര പറയാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് മുത്തശ്ശി ഞാൻ പോവുകയാണെന്നൊക്കെ പറയാൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുൻപായിട്ട് തന്നെ മനു ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തന്നെ നീ അത് എന്നോട് തുറന്നു പറയണം. എന്താ നിനക്ക് ഫോണില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല എന്ന് പറയണം അലീന. ആ സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ നീ അവൾക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ മനു പറയുന്നുണ്ട്, ഓഹോ ഫോണില്ലേ, എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരാം. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്കും നിനക്ക് ഞാനൊരു ഫോൺ കൊണ്ടുവന്ന്, നിനക്ക് എന്ത് സങ്കടം തോന്നിയാലും നീ ഉടനെ തന്നെ എന്നെ വിളിച്ച് പറയണം. നിന്റെ കൂടെ എപ്പോഴും സപ്പോർട്ടിന് ഞാനുണ്ട്. താൻ ഒരിക്കലും വിഷമിക്കരുത്. അതിന് വേണ്ടിയിട്ടില്ല തന്നെ ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അലീനെ എങ്ങനെ ആശ്വസിപ്പിക്കാണ് മനുവിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് അലീനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചിരിച്ചുകൊണ്ട് തന്നെ ശരി മനുവേട്ടാന്നൊക്കെ പറയണം അലീന. മനു ഏതായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് തന്നെ മനുവിൻ്റെ വാക്കുകളെല്ലാം തന്നെ അലീനക്ക് വല്ലാത്ത ആശ്വാസം. എന്നും മനുവേട്ടൻ തൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്കൊരു സപ്പോർട്ടായിരുന്നു, തനിക്കൊരു ആശ്വാസമായിരുന്നു എന്ന് പോലും മനുവിനെ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും യാത്ര പറഞ്ഞതിന് ശേഷം മനു അവിടെ നിന്നങ്ങ് പോകുന്നതും നോക്കി നിൽക്കുമായിരിക്കട്ടോ അലീന. മനു അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം രോഹിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ മറ്റാരും തന്നെയില്ല, മുത്തശ്ശിയും അലീനയും മാത്രമുള്ള സമയത്ത് അലീന എന്ന് വളച്ചു നോക്കിയാലോ എന്ന് വരെ രോഹിത് ചിന്തിക്കും. അലീനയുടെ അടുത്തേക്ക് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നിങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടെ രോഹിത്. എന്നാൽ രോഹിത് അവിടെ ഒളിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അലീന കാണുന്നുണ്ടായിരുന്നു. രോഹിത്തിൻ്റെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റമുണ്ട് എന്നുള്ള കാര്യമൊക്കെ അലീനക്ക് മനസ്സിലാവാൻ തുടങ്ങും. രോഹിത് അവിടെ ഇങ്ങനെ ഒളിച്ചും പാകത്തും നിൽക്കുന്നതെല്ലാം തന്നെ അലീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുത്തശ്ശി കേൾക്കത്തിന് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്താ അവിടെ തന്നെ നോക്കി നിൽക്കുന്നത്, നിനക്ക് അകത്തേക്ക് കയറി വരാമെന്ന് അങ്ങനെ പെട്ടെന്ന് മുത്തശ്ശി തന്നെ കണ്ടു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം രോഹിത് ഏതായാലും അകത്തേക്ക് വരും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇന്ന് നേരത്തെ വന്നോളാന്ന് ചോദിക്കുന്ന സമയത്തിന് അതേ മുത്തശ്ശി എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, എന്താ എന്തെങ്കിലും വേണോ, ചായയോ വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഏയ് ഒന്നും വേണ്ട, ഞാൻ വെറുതെ മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നൊക്കെ പറയും. അലീനയ്ക്ക് ഏതായാലും രോഹിത്തിൻ്റെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഒരു സംശയത്തോടെ അലീന ഇങ്ങനെ രോഹിത്തിനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.